അങ്ങനെ ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഏറ്റവും കുറവ് പ്രൈസിന് ആൾക്കാർ പ്രൊഡക്റ്റുകൾ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു സെയിൽ ഇതാ 26-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. പക്ഷേ അതിനു മുന്നേ ഈ ഒരു സെയിലിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഏറ്റവും ലാഭകരമായിട്ടുള്ള ഡീൽസ് ആൻഡ് ഇന്ന് ആക്ച്വലി എൻ്റെ കയ്യിൽ ഒരു ലീക്ഡ് ആയിട്ടുള്ള എക്സൽ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ബേസിക്കലി ഈ ഒരു സെയിൽ ടൈമിൽ സ്മാർട്ട് ഫോൺസിൽ വരാൻ പോകുന്ന ഏറ്റവും നല്ല ഓഫേഴ്സ് ഉള്ള ഫോണുകളും അതിൻ്റെ ഫൈനൽ ഓഫർ പ്രൈസും എങ്ങനെ ആ ഒരു പ്രൈസിലേക്ക് എത്തിപ്പെടാം എന്നുള്ള സകല ഡീറ്റെയിൽസും കയ്യിലുണ്ട്. സോ ഏതൊക്കെയാണ് ആ സ്മാർട്ട് ഫോൺസ്, എത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസ്, എങ്ങനെ എന്തൊക്കെ ഓഫറുകൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ മേടിക്കാം എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാം. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. സോ നിങ്ങൾ 10,000 to 15,000 റേഞ്ചിലെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സെയിലിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് സാംസങ് ഗാലക്സി M35 5G. കഴിഞ്ഞ പ്രൈം ഡേക്ക് ഏറ്റവും കൂടുതൽ സെയിലായി പോയ ഒരു ഫോണാണിത്. ഇതിന് MRP എന്ന് പറയുന്നത് 24,499 രൂപയാണ്. പക്ഷേ ഇപ്പോൾ കിടക്കുന്നത് 19,999 രൂപയ്ക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ സെയിലിൽ ഡീൽ പ്രൈസ് ഓഫർ ഒന്നുമില്ലാതെ വരാൻ പോകുന്ന പ്രൈസ് 15,999 റുപ്പീസ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ബാങ്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് 1,250 രൂപയുടെ. അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു കൂപ്പണും കൂടെ കിട്ടുന്നുണ്ട് 1000 രൂപയുടെ. സോ കൂപ്പണും കൂടി മൈനസ് ചെയ്താൽ എഫക്റ്റീവ് നിങ്ങൾക്ക് വരുന്ന പ്രൈസ് 13,749. യെസ്, 13,749 റുപ്പീസിനാണ് ഈ ഫോൺ കിട്ടുന്നതെന്ന് മാത്രമല്ല നോ കോസ്റ്റ് EMI മാക്സിമം 9 മന്ത്സ് വരെ, അതായത് ഒരു മാസം 1,528 രൂപ വരെയുള്ള നോ കോസ്റ്റ് EMIകൾ ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. പ്രൈം മെമ്പേഴ്സിന് 26-ാം തീയതി മിഡ് നൈറ്റ് തന്നെ ഈ ഒരു സാധനം ഈ ഒരു പ്രൈസിന് പോകുന്നുണ്ട്. സോ ഇപ്പോൾ തന്നെ നിങ്ങളത് കാർട്ടിൽ ആഡ് ചെയ്ത് വെക്കുക. ഇനി നിങ്ങളുടെ പ്രൈസ് പോയിന്റ് ഒരു 20K to 30K ഇടയിലാണെങ്കിൽ ഏറ്റവും നല്ല ഡീൽ വന്നിരിക്കുന്ന വേറൊരു ഫോണാണ് OnePlusന്റെ നോഡ് CE4. OnePlus നോഡ് CE4 ഇപ്പോൾ പോകുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 24,999 റുപ്പീസ് ആണ്. പക്ഷേ ഡീലിന് ബാങ്ക് ഓഫേഴ്സ് ഒന്നും അപ്ലൈ ചെയ്യാതെ നിങ്ങൾക്ക് 23,499 റുപ്പീസിന് കിട്ടും. പക്ഷേ സ്നാപ്ഡ്രാഗൺ 7 Gen 3 വരുന്ന ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫോണാണിത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് OnePlus നോഡ് ബഡ്സ് 2R 1,599 രൂപ വിലയുള്ള ആ ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ 1,500 രൂപയുടെ ഇൻസ്റ്റന്റ് ബാങ്ക് ഡിസ്കൗണ്ടും. സോ എഫക്റ്റീവ് പ്രൈസ് വരുന്നത് 21,999 റുപ്പീസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 3 മാസത്തിൻ്റെ നോ കോസ്റ്റ് EMIയും കിട്ടും. ആൻഡ് അത് 7,333 രൂപയാണ് പെർ മന്ത് വരുന്നത്. സോ ബഡ്സ് നിങ്ങൾക്ക് 1,500 രൂപയുടെ ബഡ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതും ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഡീല് തന്നെയാണിത്. സോ 10 to 15K ഫോണുകളും കണ്ടു, 20 to 30K ഫോണുകളും കണ്ടു. സോ ഒരു 15 to 20K വരുന്ന ഒരു ഫോണാണ് നമ്മുടെ സാംസങ്ങിൻ്റെ M55s. ഇത് സാംസങ് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഫോണാണ്. അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 19,999 ആണ്. പക്ഷേ നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സ് എല്ലാം ചേർത്തിട്ട് 17,999 റുപ്പീസിന് ഈ ഒരു സാധനം കിട്ടും സെയിൽ ടൈമിൽ. അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ബാങ്ക് ഡിസ്കൗണ്ടാണ് 2,000 റുപ്പീസിൻ്റെ വരുന്നത്. ഇതിലും നിങ്ങൾക്ക് 9 മാസത്തിൻ്റെ നോ കോസ്റ്റ് EMI, അതായത് 1,528 ഒരു നോ കോസ്റ്റ് EMI വരുന്നുണ്ട്. ഇനി നിങ്ങളുടെ ബഡ്ജറ്റ് 10,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ 10,000 രൂപയ്ക്ക് താഴെ ഓഫറിൽ വന്നിരിക്കുന്ന ഒരു ഫോണ് Redmi 13C ആണ്. ഇതിപ്പോൾ കിടക്കുന്നത് 9,199 റുപ്പീസിനാണ്. പക്ഷേ നിങ്ങളൊരു എൻട്രി ലെവൽ 5G ഫോൺ മേടിക്കാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ ഫോൺ ഇതാണ്. ഇത് ഓഫർ സമയത്ത് വരാൻ പോകുന്നത് 8,999 റുപ്പീസിനാണ്. ഇനി ഇതിൻ്റെ ഒരു രസം എന്താണെന്നറിയോ? ഇത് ഓഫറിൽ വരുന്നത് ഇൻസ്റ്റൻറ്റ് ബാങ്ക് ഡിസ്കൗണ്ടോ കൂപ്പണോ ഒന്നും കൂട്ടിയിട്ടല്ല, അല്ലാതെ വരുന്ന ഡീൽ പ്രൈസാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ പ്രൈം മെമ്പേഴ്സിന് മിഡ് നൈറ്റ് 26th മിഡ് നൈറ്റ് ഏർലി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സോ ഇത് വാങ്ങണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചോ. ഇനി അതേപോലെ 10,000 to 15,000 റേഞ്ചിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു വാല്യൂ ഫോർ മണി ഡിവൈസ് നോക്കുകയാണെങ്കിൽ iQ Z9X 5G ഉണ്ട്. അത് പുതിയ ലോഞ്ചാണ്. സ്നാപ്ഡ്രാഗൺ 6 Gen 1 വെച്ചിട്ട് ഇതിൻ്റെ പ്രൈസ് ഉണ്ടല്ലോ, ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ എത്രയാണ്? റൈറ്റ് നോ ഞാൻ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ പ്രൈസ് 14,498 ആണ്. പക്ഷേ ഈ 14,498 അല്ല, ഡീലിൽ വരുന്നത് 12,499 എന്ന് പറഞ്ഞ പ്രൈസിലാണ്. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് 1,250 രൂപയുടെ ഇൻസ്റ്റൻറ്റ് ബാങ്ക് ഡിസ്കൗണ്ടും 500 രൂപയുടെ കൂപ്പൺ ഡിസ്കൗണ്ടും ഉണ്ട്. അങ്ങനെ 10,749 റുപ്പീസിന് ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട്. അതും നിങ്ങൾക്ക് നോ കോസ്റ്റ് EMI 6 മാസത്തിൻ്റെ, അതായത് മാസം 2,000 രൂപയുടെ ഒക്കെ EMI ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതും പെട്ടെന്ന് വിറ്റ് പോകാൻ സാധ്യതയുണ്ട്. പ്രൈം മെമ്പേഴ്സ് ആണെങ്കിൽ ഏർലി മിഡ് നൈറ്റ് 26 സ്റ്റാർട്ട് ചെയ്യും. സോ ആഡ് ടു കാർട്ട് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഇനി 10,000 രൂപയ്ക്ക് താഴെ ഞാൻ ആദ്യം Redmi 13C പറഞ്ഞല്ലോ, ഒരെണ്ണം കൂടെ നല്ല ഓഫർ, നല്ല ഡീൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ iQ Z9 Lite 5G ആണ്. iQ Z9 Lite 5G ഇപ്പോൾ 10,499 റുപ്പീസിനാണ് കിടക്കുന്നത്. സോ ഇത് നമ്മുടെ മറ്റേ സോണിയുടെ AI ക്യാമറയൊക്കെ വെച്ച് വരുന്ന എന്താ പറയുക ഡ്യുവൽ 5G ഉള്ള ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫോണാണ്.
ബോക്സിനകത്ത് ചാർജർ ഉണ്ടെന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു അവസ്ഥയിലാണിപ്പോൾ. സോ ആക്ച്വലി കിക്ക് സ്റ്റാർട്ടർ ഡീൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇത് തന്നെയാണ് എൻ്റെ ഡീൽ പ്രൈസ് 10,499. പക്ഷേ ഏത് ബാങ്കിൻ്റെ കാർഡായാലും നിങ്ങൾക്ക് 1000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിത് 9,499 റുപ്പീസിൻ്റെ ആ ഒരു പ്രൈസിൽ കിട്ടുന്നുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. പ്ലസ് ബജാജിൻ്റെ ഫിൻസർവ് കാർഡ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 6 മാസത്തിന് നോ കോസ്റ്റ് EMI വരുന്നുണ്ട്, അതായത് 1750 രൂപ പെർ മന്തിൻ്റെ. സോ അതും കൺസിഡർ ചെയ്യാം. അതേപോലെ 10 to 15K റേഞ്ചിൽ വന്നിരിക്കുന്ന വേറൊരു ഫോണാണ് റിയൽമി നാർസോ 70X5G. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് 13,498 ആണ്. പക്ഷേ ഡീൽ പ്രൈസിൽ വരാൻ പോകുന്നത് 12,499 റുപ്പീസിലാണ്. ഇതിൽ ഒരു കൂപ്പൺ ഉണ്ട്, കൂപ്പൺ ഡിസ്കൗണ്ട് 1250 രൂപയുണ്ട്. അത് കഴിച്ചാൽ ബാക്കി എത്ര വരുന്നറിയോ? ബാക്കി 11,249 റുപ്പീസിൻ്റെ ആ ഒരു ഏറ്റവും എനിക്ക് തോന്നുന്നു ഇത്രയും കുറവായിട്ട് വന്നിട്ടുണ്ടാവില്ല. ആ ഒരു പ്രൈസിൽ നിങ്ങൾക്കിത് മേടിക്കാം. ഇതും വേണമെങ്കിൽ നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എഗെയിൻ ഇതിനും മറ്റേ ബജാജ് ഫിൻസർവിൻ്റെ 6 months നോ കോസ്റ്റ് EMI ഉണ്ട്, 1875 പെർ മന്തൊക്കെ വരുന്നത്. പക്ഷേ ഉണ്ടല്ലോ നിങ്ങൾക്ക് 10 to 15K അത്യാവശ്യം നല്ലൊരു വാല്യൂ ഫോർ മണി ഡിവൈസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് പോക്കോ X6 Neo തന്നെയാണ്. പോക്കോ എടുക്കാൻ ഇപ്പോഴും ആൾക്കാർക്ക് പേടിയാണെങ്കിലും ആഫ്റ്റർ ദാറ്റ് കംപ്ലയിൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. സോ ഇതിനകത്ത് എന്താ നമ്മൾ സ്പെസിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ 108 MB ക്യാമറ ഉണ്ട്, 120 Hz ഡിസ്പ്ലേ ഉണ്ട്. ഇതിപ്പോൾ കിടക്കുന്ന 17,999 ആണ്, ബട്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. ബട്ട് ലേറ്റർ സ്റ്റോക്ക് വരും. ബട്ട് ഡീൽ പ്രൈസ് 12,999 പിന്നെ ബാങ്ക് ഡിസ്കൗണ്ട് ഉണ്ട് 1,000 റുപ്പീസിൻ്റെ. സോ 11,749 റുപ്പീസിന് കിട്ടുന്നുണ്ട്. 6 മാസത്തിന് നോ കോസ്റ്റ് EMI ലഭിക്കുന്നുണ്ട്. സോ 2000 രൂപ പെർ മന്ത് എന്നുള്ള രീതിയിൽ. പിന്നെ ഇതേ പ്രൈസ് ബ്രാക്കറ്റിൽ വരുന്ന ഓഫർ നല്ല ഉള്ള ഒരു ഫോൺ എന്ന് പറയുന്നത് ടെക്നോ പോവ 6 Neo. ടെക്നോ പോവ 6 Neoൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്നറിയോ? ഇപ്പോഴത്തെ പ്രൈസ് 13,998 ആണ് ഈ വീഡിയോ ഉണ്ടാക്കുമ്പോൾ. ഐ തിങ്ക് സെയിൽ സ്റ്റാർട്ടായി, കിക്ക് സ്റ്റാർട്ടർ ഡീലാണ്. സോ എത്രയാണ്? ലൈക്ക് 15,999 ആണ്, അതിപ്പോൾ 13,999 പോകുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് 1,400 രൂപയുടെ ബാങ്ക് ഓഫർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ച് ബാക്കി 12,599 റുപ്പീസിന് ഈ ഒരു ഡിവൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും കൺസിഡർ ചെയ്യാം, ആഡ് ടു കാർട്ട് ചെയ്ത് വെച്ചോ. മീൻസ് ഇപ്പോൾ ഓൾറെഡി ലൈവാണ് നമ്മുടെ ഡീല്. സോ മേടിക്കേണ്ടവർക്ക് മേടിക്കാം. ആൻഡ് ഫൈനലി നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള ലാവയുടെയും 10 to 15K ഉള്ളൊരു ഫോണാണ് ലാവ ബ്ലേസ് കർവ്. ലാവ ബ്ലേസ് കർവിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണ്? 15,999 ആൻഡ് 1,500 ബാങ്ക് ഡിസ്കൗണ്ട് ഉണ്ട്. സോ 14,499 റുപ്പീസിന് കിട്ടുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് നല്ലൊരു പ്രൈസ് പോയിന്റ് തന്നെയാണ്. ഇതും സെയിൽ ഏർലി പ്രൈം മെമ്പേഴ്സിന് മിഡ്നൈറ്റ് 26 സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്സസറീസിൽ 3 സാധനങ്ങൾ ഞാൻ കണ്ടായിരുന്നു ആക്ച്വലി. അത് നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു ബഡ്സ് ഉണ്ട്, സാംസങ്ങിൻ്റെ ബഡ്സ് FE എന്ന് പറഞ്ഞിട്ട്. അത് ഇപ്പോൾ കിക്ക് സ്റ്റാർട്ടർ ഡീലിൽ കിടപ്പുണ്ട്. അതേപോലെ ഒരു സാധനം നമ്മുടെ OnePlus ബഡ്സ്, ഇതാണ് OnePlus ബഡ്സ് Pro 3. ആ സാധനം 10,999 റുപ്പീസ് ബാങ്ക് ഡിസ്കൗണ്ട് ഉൾപ്പെടെ കിടക്കുന്നുണ്ട്. സോ 27 സെപ്റ്റംബർ ആണ് ഈ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഞാൻ പറഞ്ഞ പോലെ മിഡ്നൈറ്റ് 26 മിഡ്നൈറ്റ് തൊട്ട് പ്രൈം മെമ്പേഴ്സിന് സ്റ്റാർട്ടായി തുടങ്ങും. SBIൻ്റെ ഡെബിറ്റ് കാർഡിന് ഓഫർ ഉണ്ട്, SBI കാർഡിന് ഓഫർ ഉണ്ട്. 10% ആണ് ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് അവർ പറയുന്നത് SBI ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ്സിന്. സോ SBI കാർഡ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതും ലഭിക്കുന്നതാണ്. സോ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു എക്സൽ ഷീറ്റിനകത്ത് ഞാൻ കണ്ട ഡീൽസ്. സോ നിങ്ങൾക്ക് ഈ ഡീൽസ് എല്ലാം ചെക്കൗട്ട് ചെയ്യാൻ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പക്ഷേ വേണ്ട സാധനങ്ങൾ ഇപ്പോഴേ ആഡ് ടു കാർട്ട് ചെയ്ത് വെക്കുക. കാരണം ആ സമയത്ത് ഇരുന്ന് സെർച്ച് ചെയ്ത് അയ്യോ ആ സാധനത്തിൻ്റെ ഈ വേരിയൻറ്റ് ഇത്ര GB വേരിയൻ്റ് ഒക്കെ എവിടെയെന്ന് പറഞ്ഞ് തപ്പിപ്പോയിട്ട് അവസാനം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കിട്ടാത്ത അവസ്ഥ വരാതിരിക്കാനാണ്. അപ്പോൾ അത്രയുള്ള ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.